ബൈബിൾ പഠനവും വിടുതൽ ശുശ്രൂഷയും TV പ്രേക്ഷക സംഗമവും തിരുവനന്തപുരത്ത് ജനുവരി 16-17 വെള്ളി ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, ജവഹർ ബാലഭവന് എതിർവശം, വെള്ളയമ്പലം. സ്വർഗീയരിനൊരുക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തിരുവനന്തപുരത്ത് സത്യം നഗർ കൺവെൻഷൻ, സത്യം നഗർ കോർപ്പറേഷൻ സ്റ്റേഡിയം, പാപ്പനാംകോട്. ഫെബ്രുവരി 15 മുതൽ 18 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. തങ്കു ബ്രദറും തോമസ് ബ്രദറും ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്ന. സ്വർഗീയരിനൊരുക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു താങ്കളെ സ്വതന്ത്രനാക്കും. ശാപവും ഒഴുകി ദൂരെയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. കവിഞ്ഞ് 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 കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ബൈബിൾ പഠിക്കാം. കർത്താവിൻ്റെ വചനം പഠിക്കുന്നത് പോലെ ഇത്രമേൽ അനുഗ്രഹം നിറഞ്ഞ സന്തോഷകരമായ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്ന മറ്റൊന്നുമില്ല. ഇങ്ങനെ മനോഹരമായ ഒരു പാട്ടുണ്ട്. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. അതാ ദൈവവചനത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ബൈബിൾ പഠിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഗലാത്യ ലേഖനമാണ്. ഗലാത്യ ലേഖനം പഠിക്കുന്നതിന് മുമ്പേ മുഴുവൻ ബൈബിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് ക്രിസ്തു വരുന്നുവെന്ന് പഴയ നിയമം പറയുന്നു. ക്രിസ്തു വന്ന കാര്യം സുവിശേഷങ്ങൾ പറയുന്നു. ക്രിസ്തു വന്നിട്ട് പോകുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പറയാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വരികയും പരിശുദ്ധാത്മാവിൽ പ്രേരിതരായ അപ്പോസ്തലന്മാർ കർത്താവിൽ വിശ്വസിച്ചവരെ ക്രിസ്തുവിൽ നിലനിർത്തുവാൻ, വചനത്തിൽ ബലപ്പെടുത്തുവാൻ, ദുരുപദേശങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ഒക്കെയായിട്ട് ലേഖനങ്ങൾ എഴുതി. ഓരോ ലേഖനങ്ങളും എഴുതിയതിന് ഓരോ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചായിരുന്നു. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവയ്ക്കെല്ലാം ഒരു ഉദ്ദേശമുണ്ട്. സതുപദേശ പാലനം, ദുരുപദേശ ഖണ്ഡനം, വിശ്വാസത്തിൽ ഉറപ്പിക്കുക, സഭയെ പല ക്രമീകരണങ്ങളിൽ നടത്തുക, വിശ്വാസികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയുക, കർത്താവിൽ കൂട്ടുവേലക്കാരെ അഭിനന്ദിക്കുക, തളർന്നിരുന്നവരെ ബലപ്പെടുത്തുക, പുതിയ നിയമസഭയ്ക്കുണ്ടായ പീഡനങ്ങളിൽ പതറിപ്പോകാതെ അവർ പ്രത്യാശയിൽ വളരുക. ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ലേഖനങ്ങൾ എഴുതിയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ
സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ലേഖനം നിങ്ങൾ സഭയിൽ വായിക്കണം. പലപ്പോഴും പുതിയ നിയമസഭ പഴയ നിയമത്തിലേക്ക് മുഴുവനായി പോയ ഘട്ടങ്ങളുണ്ട്. പല സഭായോഗങ്ങളും സങ്കീർത്തന വായന കൊണ്ട് അവസാനിപ്പിച്ചൊരു കാലമുണ്ട്. എന്നാൽ സങ്കീർത്തനങ്ങൾ വായിക്കാനല്ല അപ്പോസ്തലന്മാർ പറഞ്ഞത്, ലേഖനങ്ങൾ, അപ്പോസ്തോലിക വചനങ്ങൾ. കാരണം നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചുമാണ് സഭ ആദ്യം മുതലേ വന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം. കാരണം യേശുക്രിസ്തുവിൻ്റെ പരമമായ ഉപദേശം വിശ്വാസിയെ ക്രിസ്തുവിൽ ബലപ്പെടുത്തുന്നത്. ക്രിസ്തുവിൽ അവൻ ആരാണെന്നുള്ളത് ദാവീദിനറിയില്ല, മോശയ്ക്കറിയില്ല. അത് പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തിയത്. അത് അപ്പോസ്തലന്മാരിലൂടെയാണ് വെളിപ്പെടുത്തിയത്. യേശു താൻ ശരീരത്തിലിരുന്നപ്പോൾ പറഞ്ഞതിലും ശ്രേഷ്ഠമായ കാര്യങ്ങൾ നോക്കിയ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത അവിടുന്ന് തന്നെ പറയാതെ തൻ്റെ ദാസന്മാരിലൂടെ അപ്പോസ്തലന്മാരിലൂടെയാണ് പറഞ്ഞത്. ആ അപ്പോസ്തോലിക വചനങ്ങളാകുന്ന ലേഖനങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗലാത്യ ലേഖനത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഗലാത്യ ലേഖനത്തിൻ്റെ ഉദ്ദേശം അതെന്തിനെഴുതി എന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചായിരുന്നു. ഗലാത്യ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 6-ാം വാക്യം മുതൽ, ഗലാത്യർ 1:6 മുതൽ, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. പൗലൂസ് അവരോട് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷത്തിൻ്റെ ആ അടിത്തറയിൽ നിന്ന് ഗലാത്യ സഭയിലുള്ള വിശ്വാസികൾ വേറെ ഏതോ ഒരു സുവിശേഷത്തിലേക്ക് മറിയുന്നു. അതാണ് ഈ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം. എല്ലാ ലേഖനങ്ങളും എഴുതുവാൻ ഒരു സാഹചര്യം ഉള്ളതുപോലെ ഗലാത്യ സഭകളിൽ, ഗലാത്യ പ്രദേശങ്ങളിൽ ഉള്ള വിവിധ സഭകൾക്കായി ഇതൊരു സർക്കുലർ ലെറ്ററാണെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ഒരു പട്ടണത്തിലെ സഭയ്ക്കല്ല. ഗലാത്യ പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 13-14 അധ്യായങ്ങളിൽ പൗലോസ് തൻ്റെ ആദ്യ മിഷണറി യാത്രയിൽ സഞ്ചരിച്ച സ്ഥലങ്ങളായ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബ എന്ന് പറയുന്ന സ്ഥലങ്ങൾ, അവിടെ ആ പ്രദേശങ്ങളെല്ലാം അന്നത്തെ ഗലാത്യ പ്രവിശ്യയിലെ പട്ടണങ്ങൾ. ആ പട്ടണങ്ങളിൽ പല പട്ടണങ്ങളിൽ സഭകളുണ്ടായി. ആ സഭകൾക്കെല്ലാം കൂടെ എഴുതിയ ലേഖനങ്ങളായതുകൊണ്ട് ഗലാത്യ സഭകൾക്ക് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ഞാൻ എടുത്തു പറയാം. മറ്റ് ലേഖനങ്ങളൊക്കെ കൊരിന്ത് സഭയ്ക്ക് എഴുതുന്നു. ഓരോ സഭയ്ക്ക് എഴുതുമ്പോൾ ഗലാത്യ ലേഖനം ഗലാത്യ സഭകൾക്ക് എഴുതുന്നു. ആ പ്രദേശങ്ങളിലെല്ലാം ഈ ദുരുപദേശമുണ്ടായി. ഇവർ യേശുക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷത്തിൽ നിന്ന് മറിഞ്ഞുപോയി. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കാം. ഗലാത്യർ 1:7. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അപ്പോൾ ഇവിടെ പൗലൂസ് ശ്ലീഹ തൻ്റെ കൂട്ടുപ്രവർത്തകർ പൗലൂസും ബർന്നബാസും പോയി ഈ പ്രദേശങ്ങളിലെല്ലാം സുവിശേഷം അറിയിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, ദൈവം നിങ്ങളെ അംഗീകരിക്കും, നിങ്ങൾ ദൈവമക്കളായി എന്ന് അവരോട് പറഞ്ഞു. മാത്രമല്ല അവരെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായി എന്ന് നമുക്ക് തുടർന്ന് ഒരു വേദഭാഗത്ത് വായിക്കുമ്പോൾ നമ്മൾ ഗലാത്യ ലേഖനം 3-ന്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? അവൻ പൗലൂസ് തൻ്റെ ആദ്യ വിസിറ്റിൽ ആദ്യം അവിടെ ചെന്നപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, നിമിഷം പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അതിനവരൊന്നും ചെയ്തില്ല, ഒരു കർമ്മവും ചെയ്തില്ല. അവർ ന്യായപ്രമാണത്തിലേക്ക് വന്നില്ല, അവർ യഹൂദ കർമാചാരങ്ങളൊന്നും ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ വിശ്വസിച്ച നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ വന്നു. ഞാൻ ഓർക്കുന്നു 2000 ആണ്ടിൽ ഞാനും മറ്റൊരു സഹോദരനും ഞങ്ങളെ ഇവിടെ സ്വർഗീയവനിൽ എന്ന KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് നടക്കുക. തങ്കു ബ്രദറും സഭ മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അരുണാചൽ പ്രദേശിലേക്ക് ഞങ്ങളെ അയച്ചു. അരുണാചൽ പ്രദേശിൽ മലയാളികൾ കൂടുന്ന ഒരു കൂട്ടത്തിലാണ് അന്ന് മീറ്റിങ്ങിനായിട്ട് കടന്നു പോയത്. പക്ഷേ ആ മീറ്റിങ്ങിൽ കർത്താവ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ആദ്യ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതി ചുറ്റും പരന്നു. അവിടെ ആ ഹോളിൽ ഒരു 250 പേരിരിക്കും. പ്രിയരെ, ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഹോള് നിറഞ്ഞ് കവിഞ്ഞ് ജനമായി. ഒരു നോട്ടീസ് അടിച്ചില്ല, പബ്ലിസിറ്റി കൊടുത്തില്ല. ആ തദ്ദേശീയരായ
ചൈന മുഖമുള്ള നമ്മുടെ അരുണാചൽ പ്രദേശിലെ ആൾക്കാർ എല്ലാം ഓടി വന്നു. വിദ്യാഭ്യാസം ഉള്ളവരതിനകത്തുണ്ട്, യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരുണ്ട്. അങ്ങനെ വലിയ ആൾ അവിടെ വന്നു കൂടി. ഞാൻ ഏറ്റവും അതിനകത്ത് അത്ഭുതപ്പെട്ടൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ ശരിക്ക് ഹിന്ദി അറിയാൻ മേലാത്തവരുണ്ട്. ഞാൻ മലയാളത്തിൽ ആണെന്ന് പ്രസംഗിച്ചത്. ഹിന്ദിയിലേക്ക് അവിടുത്തെ ദൈവദാസൻ ഫിലിപ്പോസ് പാസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഹിന്ദി അറിയാൻ മേല. അരുണാചൽ പ്രദേശിൻ്റെ ഒരു പ്രത്യേകത, ഈ മലയിൽ ഒരു ഭാഷയാണെങ്കിൽ അടുത്ത മലയിൽ വേറൊരു ഭാഷയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 200-ലധികം പ്രാദേശിക ഭാഷകളുണ്ട്. ഇതുപോലെ വൈവിധ്യമുള്ള ഒരു നാട് വേറെയില്ല. അപ്പം ഒരു അപ്പത്താനി എന്ന് പറയുന്നൊരു ട്രൈബിൻ്റെ ഭാഷയല്ല വാഞ്ചോ എന്ന് പറയുന്ന ഒരു ട്രൈബിൻ്റെ ഭാഷ. അപ്പം അവിടെ സുവിശേഷം പറയണ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ തന്നെ പുതിയ നിയമത്തിൻ്റെ ചില ഭാഗങ്ങൾ തന്നെയുള്ള ചുരുക്കം ചില ഭാഷകളിൽ മാത്രമാണ്. ആ ഒരു സ്ഥിതി ഉള്ളിടത്ത് ദൈവം ആരാന്നറിയത്തില്ല. മാത്രമല്ല അവിടുത്തെ ആദിവാസികളുടെ പ്രത്യേകത, അവരെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരല്ല, അവർ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവർ, ആനിമിസ്റ്റ് എന്ന് പറയും. അതുപോലെ സ്പിരിറ്റ്സിനെ ആരാധിക്കുന്നവരാണ്. അവർക്ക് ഒരു ദൈവം എന്നൊരു വാക്ക് തന്നെ വ്യക്തമായിട്ട് അവരുടെ ഭാഷയിലില്ല. ഒന്നോർത്ത് നോക്കണം ഞാൻ പറഞ്ഞത്. അതുപോലെയുള്ളൊരു സ്ഥലത്ത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞപ്പോൾ രോഗികൾ സൗഖ്യമായി. അവർക്ക് ഹിന്ദി പിടികിട്ടിയില്ല, ഒന്നും പിടികിട്ടിയില്ല. പക്ഷേ രോഗികൾ സൗഖ്യമാകുന്നു ദൈവപ്രവൃത്തി കണ്ടപ്പോൾ അനേകർ വിശ്വസിച്ചു. ഈ വിശ്വസിച്ചവർ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ, ബൈബിൾ എന്താണെന്നറിയത്തില്ല, ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് കാര്യമായിട്ട് അറിയത്തില്ല, ആകെപ്പാടെ അവർക്ക് പിടികിട്ടിയത് യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവരിൽ പലരും ബഹുഭാര്യാത്വത്തിൽ ഉള്ളവരാണ്, മദ്യപാനത്തിലും ലോകത്തിൻ്റെ വെറി ജീവിതത്തിൽ നടന്നവരാണ്. പക്ഷേ അവർ ആ മീറ്റിങ്ങിൽ വന്നു. ഈ ചിലരെയൊക്കെ കണ്ടാൽ രസം തോന്നും. അവരുടെ ചിലരുടെ ഈ ടെർബൻ, അവർക്കൊരു പ്രത്യേകതരം തൊപ്പിയുണ്ട്. തൊപ്പിയിൽ വേഴാമ്പലിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ നീണ്ടിരിക്കുക, തൂവലൊക്കെ വെച്ച്. ഞങ്ങൾ പറയുമായിരുന്നു ഇത് അതിർത്തി പ്രദേശമായതുകൊണ്ട് ആൻറ്റീനയൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുക, തമാശന് പറയുമായിരുന്നു. അവരെ കണ്ടാൽ തന്നെ നമുക്ക് പ്രത്യേക വേഷഭൂഷണം തന്നെ, ഒരു വാളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നു, അവർ മിണ്ടുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ട കാഴ്ച, ആ മീറ്റിങ്ങിൽ അവരിൽ പലരും പരിശുദ്ധാത്മാവിൽ നിറയുക, അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങുക, ചിലർ ആത്മസന്തോഷത്തിൽ ചിരിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുക. ഒറ്റ മീറ്റിങ്ങിൽ അവർ രൂപാന്തരപ്പെടുക. അപ്പോൾ അവരെന്ത് ന്യായപ്രമാണം ആചരിച്ചിട്ടാണ്? അവർ ക്രൈസ്തവ സഭകൾ ചെയ്യുന്ന ഏത് കാര്യം ചെയ്തിട്ടാണ്? അതാണ് പൗലോസ് ഗലാത്യരോട് ചോദിക്കുക. ഞാൻ നിങ്ങളോട് ആദ്യം സുവിശേഷം പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ന്യായപ്രമാണം ആചരിച്ചില്ലല്ലോ, വേറെ കർമ്മങ്ങളൊന്നും നിങ്ങളിലേക്ക് വന്നില്ലല്ലോ, പക്ഷേ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചില്ലേ? പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതാ ചിലർ വന്നിട്ട് പറയുക, അതാണ് ചിലർ നിങ്ങളെ കലക്കി ഈ സുവിശേഷം മറിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ യേശുക്രിസ്തുവിൽ അങ്ങ് കയറി വിശ്വസിച്ചാലൊന്നും പോരാ, ഞങ്ങൾ ചെയ്ത പോലെ പരിച്ഛേദനയാക്കണം, ഞങ്ങൾ അനുഷ്ഠിക്കുന്ന പോലെ മോശയുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കണം, ഈ കർമ്മങ്ങളെല്ലാം ചെയ്യണം എന്നവർ വന്ന് ഈ സഭകളെ ആകെ കൺഫ്യൂസ്ഡാക്കി. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു യഹൂദനായിട്ടല്ലേ വന്നത്, യേശു ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ലേ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി വിശ്വസിക്കുന്ന എല്ലാവരും ആദ്യ യഹൂദനൊന്നാകണം, പരിച്ഛേദന ചെയ്യണം, മോശക ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കണം എന്നുള്ള ഒരു സുവിശേഷം. അത് സുവിശേഷമെന്ന് പറയാനൊക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. അത് സുവിശേഷമല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളവാനിച്ചിരിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ യേശു ക്രിസ്തു പോരാ, നിങ്ങളെ ഒന്നും ദൈവം അംഗീകരിക്കത്തില്ല. യേശുവിൽ വിശ്വസിച്ച ഒരാളോട്, അയാളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരാളോട് ദൈവം ക്ഷമിക്കത്തില്ല. ഇന്നെന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. അത് യേശുവെ ഞാനിത് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിമിഷം ആ പറയുന്ന വ്യക്തി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ന്യായപ്രമാണത്തിലേക്ക് സഭയെ കൊണ്ടുപോകാൻ ശ്രമിച്ച അതേ പ്രോബ്ലം ഈ ഗലാത്യ സഭകളിൽ നടക്കുമ്പോൾ തന്നെ അന്ത്യോക്യയിലും മറ്റ് സഭകളിലും ഇതേ ദുരുപദേഷ്ടാക്കന്മാർ വന്നു. ആരാണ് ഈ ദുരുപദേഷ്ടാക്കന്മാർ? അവരെ പൊതുവെ വേദപണ്ഡിതർ ജുഡായിസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. യഹൂദ മതവൽക്കരണവാദികൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ മേലൊരു, അവരെ ഒന്നുകൂടെ യഹൂദവൽക്കരിക്കുക. നമ്മുടെ സഭകൾക്കൊക്കെ അറിയാതെ ഇത് സംഭവിക്കുന്നില്ലേ? ക്രിസ്തുവിൽ നിന്ന് അറിയാതെ പഴയ നിയമത്തിൻ്റെ പ്രമാണങ്ങളിലേക്ക്, പഴയ നിയമത്തിലെ അവരുടെ വിശ്വാസം നമുക്ക് അനുകരിക്കാം. പുതിയ നിയമത്തിൽ
പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പഴയ നിയമം ഉപയോഗിച്ച പോലെ മാത്രമേ നമ്മൾ പഴയ നിയമം ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ അപകടമായിട്ട് മാറും. യേശുക്രിസ്തു അപ്പോസ്തലന്മാരും അവിടെ നിന്ന് എന്തെടുത്തോ അത് നമുക്ക് എടുക്കാം. എന്നാൽ പഴയ നിയമത്തിൽ ഓരോ താളുകളിലും പോയി അവിടുത്തെ പ്രമാണങ്ങളെല്ലാം എടുത്ത് നമ്മളിലേക്ക് കൊണ്ടുവന്നാൽ അത് ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആകെ മറിക്കും. യേശുക്രിസ്തുവിലുള്ള ആ ഉറപ്പ് നമുക്ക് നഷ്ടപ്പെടുത്തും, കുറ്റബോധമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ കൊലോസ് ലേഖനത്തിലും പൗലോസ് ശ്ലീഹ പറയുകയാണ്, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ആരും വിധിക്കരുത്, നിങ്ങളെ ആരും കവർന്നു കളയരുത്. കൊലോസ് ലേഖനത്തിൻ്റെ വിഷയം ഇത് തന്നെയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി പൂർണ്ണനാണ്. ക്രിസ്തുവിൽ ആ വ്യക്തി പൂർണ്ണനാണ്. വിശ്വസിച്ച നിമിഷം, വീണ്ടും ജനിച്ച നിമിഷം. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചു, ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ അതിന് കാലുണ്ട്, കൈയുണ്ട്, എല്ലാ അവയവങ്ങളും ഉണ്ട്. പക്ഷേ പതുക്കെയാണ് നമ്മൾ അതിനെ പഠിപ്പിക്കുന്നത്. ഈ കൈ കൊണ്ട് ഇന്നത് ചെയ്യാം, ചോറ് വാരി ഉണ്ണാം, കാലുകൊണ്ട് നടക്കാം എന്നതുപോലെ നമ്മളൊരു വിശ്വാസിയെ കണ്ടിട്ട് നിനക്ക് കുറവാണ്, ഇന്ന സഭയിലുള്ളവരെല്ലാം കുറവുള്ളവരാണ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിലാണോ വിശ്വസിച്ചത്, ഈസ് എ ബോൺ അഗെയിൻ ബിലീവർ. പിന്നെ വളർച്ചയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തിനാ ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നത്? അവരെ വളർത്തിയെടുക്കണം. നിനക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റും, നിനക്ക് ആ പകയും പിണക്കത്തെയും ജയിക്കാൻ കഴിവ് തന്നിട്ടുണ്ട്. കുഞ്ഞെ, നിൻ്റെ കാലുകൊണ്ട് നിനക്ക് നടക്കാം, ഇന്നത് ചെയ്യാമെന്ന് പറയുന്നത് പോലെ അവരിലുള്ളത് കാണിച്ചു കൊടുക്കുന്നതാണ് ലേഖനങ്ങൾ. എന്നാൽ ഈ പറയുന്ന ദുരുപദേഷ്ടകർ വന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കതൊന്നും ആയിട്ടില്ലെന്ന്, നിങ്ങളെ ദൈവം അംഗീകരിച്ചിട്ടില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ കൂടിയാലേ ഒക്കത്തുള്ളൂ. കൺഫ്യൂസ് ചെയ്യുക. ആ കൺഫ്യൂഷൻ ഇന്ന് നടക്കുക. അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിലും സൃഷ്ടിച്ചത്. പക്ഷേ പാമ്പ് വന്നിട്ട് എന്നാ പറഞ്ഞു, നിങ്ങൾ സാദൃശ്യത്തിലും സ്വരൂപത്തിലൊന്നും ആയിട്ടില്ല, ഈ പഴം കൂടെ തിന്നാലേ ആകത്തുള്ളൂ. എന്താണോ അതല്ല എന്ന് കൺഫ്യൂസ്ഡ് ആക്കുക. എന്തിനാ അങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്? എങ്കിലേ പിശാചിന് നമ്മളെ മുതലെടുക്കാനൊക്കത്തുള്ളൂ. അവരെ കൺഫ്യൂസ്ഡ് ആക്കി. അതുകൊണ്ടുള്ള ഗുണം എന്നാ? ഈ പിശാചിന് മനുഷ്യൻ്റെ മേലെ എപ്പോഴും ഒരധികാരം എടുക്കാം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഞാൻ നീതീകരിക്കപ്പെട്ടിട്ടില്ല, ഞാൻ ദൈവത്തെ പോലെ അല്ല, എനിക്കിനി എന്തോ ആകാനുണ്ട് എന്ന് വരുമ്പോൾ എൻ്റെ ആ അധികാരത്തിനുള്ള ബോധം, എൻ്റെ ഉറപ്പെനിക്ക് നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് ഇന്ന് ഈ പിശാച് മനുഷ്യനെ, ഒരു വിശ്വാസിയെ കുറ്റം ചുമത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പിശാചിൻ്റെ പേര് തന്നെ ഡെവിൾ, ഡേബലോസ് എന്ന ആ ഗ്രീക്ക് പദം തന്നെ സ്ലാൻഡറർ എന്ന, കുറ്റം ചുമത്തുന്നവൻ. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ കുറ്റം ചുമത്തുന്ന രണ്ട് പേര്, ഒന്ന് മോശ, രണ്ട് സാത്താൻ. മോശ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം. യോഹന്നാൻ 5:45 ശ്രദ്ധിച്ച്, ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത്, നിങ്ങളെ കുറ്റം ചുമത്തുന്നവൻ ഉണ്ട്, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ. കുറ്റം ചുമത്തുന്നവൻ മോശയാണ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് വെച്ചിരിക്കുന്നത്. നിയമം ഉണ്ടെങ്കിലേ ലംഘനം അറിയത്തുള്ളൂ. റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹ അതാ പറഞ്ഞത്. കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മോശയുടെ ജോലി, ന്യായപ്രമാണത്തിൻ്റെ ജോലി. ന്യായപ്രമാണം പറയുന്ന സഭയിൽ എപ്പോഴും വിശ്വാസികൾ കുറ്റബോധത്തിലും അപരാധബോധത്തിലുമായിരിക്കും. അവർക്കൊരിക്കലും സാത്താനെ ശാസിക്കാനൊക്കത്തില്ല, അവർക്കൊരിക്കലും ഒരു ഭൂതത്തെ കണ്ടാൽ അതിനെതിരെ നിൽക്കാനൊക്കത്തില്ല. ഇത് തന്നെയാണ് പിശാച് ആഗ്രഹിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തുവിൽ എൻ്റെ നീതിയാണെന്ന് ഉറപ്പുള്ളൊരു വിശ്വാസി ഒരു ദുരാത്മാവ് ബാധിച്ചവനെ കണ്ടാൽ വിട്ടുപോകുമെന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഇവിടെ നോക്കിയേ, മോശ കുറ്റം ചുമത്തുന്നു, പക്ഷേ യേശു പറയാൻ ഞാൻ നിങ്ങളെ പിതാവിൻ്റെ മുമ്പിൽ കുറ്റം ചുമത്തത്തില്ല. മാത്രമല്ല എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ഈ യേശു ഇപ്പോൾ എന്തോ ചെയ്യുന്നത്? യോഹന്നാൻ്റെ ലേഖനം എന്തോ പറയുന്നത്? ഒരു വിശ്വാസി അഥവാ നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയെങ്കിലോ യേശുക്രിസ്തു എന്ന ഒരു കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനുണ്ട്. എൻ്റെ പറ്റിയ തെറ്റുപോലും കൂടെ പിതാവെ ക്ഷമിക്കണമെന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ടെന്നുള്ളത് എൻ്റെ ധൈര്യം. എനിക്കൊരു തെറ്റും പറ്റിയില്ല എന്നുള്ളതല്ല എൻ്റെ ധൈര്യം. എൻ്റെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നൊരു പുരോഹിതനായ യേശു അവിടെ ഉണ്ടെന്നുള്ളത്. അത് തെറ്റിയാനുള്ളൊരു ലൈസൻസ് ഒന്നുമല്ല. ചെല്ല് പറയും, അയ്യോ കൃപയെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യമല്ലേ, പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ലേ? എൻ്റെ പിന്നെ പാപം ചെയ്യാൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല, പാപം ചെയ്യാൻ ബന്ധനം ആവശ്യമായിരിക്കുന്നു. ബന്ധിക്കപ്പെട്ടവനെ പാപം ചെയ്യാനൊക്കത്തുള്ളൂ. പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ സ്വതന്ത്രനായിരിക്കേണ്ടത്. യേശു എന്നെ സ്വതന്ത്രനാക്കിയത് പാപത്തിൽ നിന്നും വിമോചനം പ്രാപിക്കാനാണ്. എന്നെ ഒരാൾ എടാന്ന് വിളിച്ചാൽ എന്തടാന്ന് പറയാൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമില്ല, ബന്ധനം മതി. എന്നാൽ എടാന്ന് വിളിച്ചാൽ ചിരിച്ച് സഹോദരൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ക്രിസ്തുവിൽ ഫ്രീഡം ഉള്ളൊരു വ്യക്തിക്കേ പറയാനൊക്കത്തുള്ളൂ.
അതാണ് ആ സ്വാതന്ത്ര്യമാണ് ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യം. ഇവിടെ മോശ കുറ്റം ചുമത്തുന്നു. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. 12-ന്റെ 10-11 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അതാ പിശാച്. അവർ അവനെ, അഥവാ ദൈവമക്കൾ ഈ പിശാചിനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. അതാ കുറ്റം ചുമത്തുന്ന അപവാദിയെ ജയിക്കണം. അനേക ദൈവമക്കൾ അപരാധബോധത്തിൽ കിടക്കുക. ഒന്ന്, ന്യായപ്രമാണത്തിൻ്റെ ലീഗലിസത്തിൻ്റെ ഞാൻ ഇന്ന പ്രമാണം അനുഷ്ഠിച്ചില്ല എന്നുള്ള കുറ്റബോധത്തിൽ. പിശാചാണെ മറുവശത്ത് നിന്ന് കുറ്റം ചുമത്തുക. ഒരു വശത്ത് ന്യായപ്രമാണം അഥവാ മോശ കുറ്റം ചുമത്തുമ്പോൾ മറുവശത്ത് പിശാച് കുറ്റം ചുമത്തുക. ഈ കുറ്റബോധത്തിനകത്ത് മനുഷ്യൻ തല താഴ്ത്തിയിടുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം നമ്മിൽ നിന്ന് ആഗ്രഹിച്ച മുഴുവൻ നീതിയും യേശുക്രിസ്തു നമുക്ക് വേണ്ടി നിവർത്തിച്ചു. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് റോമർ 8:1 നമ്മൾ വായിക്കുന്നു. അതാണ് ഗലാത്യ ലേഖനവും പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ വിശ്വാസികൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നീതിമാന്മാരായി. എന്നാൽ ഇപ്പോൾ ഇതാ ചിലർ വന്നിട്ട് അവരെ കലക്കി, കൃപയുടെ സുവിശേഷത്തിൽ കലക്കി, ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അവരെ മാറ്റി. നിങ്ങളുടെ പ്രവൃത്തി ദോഷമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടല്ലല്ലോ രക്ഷപ്പെട്ടത്, അവൻ്റെ കൃപയാല. ആ യഹൂദവൽക്കരണം നടത്തിയ ജൂഡൈസേഴ്സിൻ്റെ ആ ഭീകരതയാണ് നമ്മൾ കാണുന്നത്. ഇതേ കാര്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 15 കാണുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേൾക്കും. അപ്പോസ്തല പ്രവൃത്തി 15 ഈ കുറേ ആൾക്കാർ, ഇതേ ആൾക്കാർ, ഈ യഹൂദവൽക്കരണവാദികൾ വന്ന് സഭകളിൽ പറഞ്ഞ കാര്യം നമ്മൾ വായിക്കാൻ പോവുകയാണ്. എന്നാൽ അത് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോവും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിമിഷം രോഗികൾ സൗഖ്യമാകുന്നു, പരിശുദ്ധാത്മാവിൽ നിറയുന്നു. ഞാൻ ക്ലാസ്സിനിടയിൽ ഓർപ്പിച്ചതുപോലെ അരുണാചൽ പ്രദേശിൽ ഒന്നും അറിയാത്ത മഹാപാപികൾ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ തന്നെ, യേശുവിനെ വിശ്വസിച്ചപ്പോൾ തന്നെ അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. അതിൻ്റെ അർത്ഥം തന്നെ ദൈവം അവരെ അംഗീകരിച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി മഹാപാപത്തിലായിപ്പോയോ? പിന്മാറ്റക്കാരനായിരുന്നോ? കർത്താവിനെ വിട്ട് ഓടിയതാണോ? ജീവിതം മുഴുവൻ ദൈവത്തെ വിശ്വസിക്കാത്ത ആളാണോ? യേശുവിൻ്റെ സ്നേഹം സമീപം എത്തിയിരിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് തരികയാണ്. യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്ന നിമിഷം കർത്താവിൻ്റെ സ്നേഹം, അവിടുത്തെ അത്ഭുത രക്തം ആ മനസാക്ഷിയിൽ നിന്ന് പോലും പാപത്തിൻ്റെ കറ മാറ്റുകയും തൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് അത്ഭുത മാറ്റം ഉണ്ടാവും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കും, ഒരു ന്യൂ ക്രിയേഷൻ നടത്തും. നമ്മൾ തന്നെ അത്ഭുതപ്പെടും, എനിക്ക് എങ്ങനെയായി മാറ്റം സംഭവിച്ചതെന്ന്. യേശുവിന് ഹൃദയം വിട്ടുകൊടുത്താട്ട് അപ്പോൾ തന്നെ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം രോഗങ്ങളുടെ ചങ്ങലകൾ പൊട്ടും, പൈശാചിക ബന്ധനങ്ങൾ അഴിയും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിപ്പോൾ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആത്മനിറവ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ കൂടെ പ്രാർത്ഥിച്ച് അഭിഷേകത്തിൻ്റെ ശക്തി, ഞാൻ കുറ്റവാളിയാണേ എന്നും പറഞ്ഞല്ല, യേശു എൻ്റെ പാപം തീർത്തു, എനിക്ക് അഭിഷേകം വേണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി, സാക്ഷ്യത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ വരുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. അഗ്നി അഭിഷേകം ശരീരങ്ങളിലും ആത്മാവിലും വ്യാപരിക്കട്ടെ. പുതുഭാഷകൾ അധരങ്ങളിൽ വരട്ടെ. കർത്താവെ, ഞങ്ങളുടെ പാപം പരിഹരിച്ച അങ്ങയുടെ രക്തത്താൽ, അങ്ങയുടെ ക്രൂശുമരണത്താൽ ഞങ്ങൾക്ക് വിടുതൽ. ഞങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, ഞങ്ങളുടെ സൽപ്രവൃത്തി നോക്കിയല്ല, കൃപയാൽ, കരുണയാൽ രക്ഷിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഈ മക്കളുടെ മേൽ വരട്ടെ. അഭിഷേകത്തിൽ നിറയട്ടെ. അപ്പോൾ തന്നെ രോഗികളെ കർത്താവ് കാണുന്നല്ലോ, ഭാരത്തോടിരിക്കുന്നവരെ കാണുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചോണം. കർത്താവിൻ്റെ കരം അവിടെ സ്പർശിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ആ ഓപ്പറേഷൻ മാറട്ടെ, ആ വഴിതെറ്റിയ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ, മദ്യപാന കെട്ടുകൾ പൊട്ടട്ടെ. ആ ഭാരപ്പെട്ടിരിക്കുന്ന അമ്മയുടെ ആ തകർന്ന ഹൃദയം കർത്താവ് കാണുന്നല്ലോ. കർത്താവെ, ആ മകളെ നീ തൊടണമേ, ആ കുടുംബത്തെ നീ തൊടണമേ, ആത്മഹത്യയ്ക്ക് മുമ്പിലിരിക്കുന്ന ഭവനത്തെ ഇപ്പോൾ തൊടണമേ. യേശുവിൻ നാമത്തിൽ പുതുവഴി തുറക്കപ്പെടട്ടെ. കടബാധിതരുടെ കെട്ടുകൾ പൊട്ടട്ടെ, അത്ഭുത വിടുതലാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ ഈ ക്ലാസ് തുടരുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ബൈബിൾ പഠിക്കാം. ഗലാത്യ ലേഖനം നമ്മൾ തുടരും. അപ്പോൾ തന്നെ അടുത്ത എപ്പിസോഡിൽ
മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിനായി ഒരുങ്ങുക. അതുവരെയും കർത്താവ് തൻ്റെ മഹാകൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ബൈബിൾ പഠനവും വിടുതൽ ശുശ്രൂഷയും TV പ്രേക്ഷക സംഗമവും തിരുവനന്തപുരത്ത് ജനുവരി 16-17 വെള്ളി ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, ജവഹർ ബാലഭവന് എതിർവശം, വെള്ളയമ്പലം. സ്വർഗീയരിൽ നിൽക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തിരുവനന്തപുരത്ത് സത്യം നഗർ കൺവെൻഷൻ, സത്യം നഗർ കോർപ്പറേഷൻ സ്റ്റേഡിയം, പാപ്പനാംകോട്. ഫെബ്രുവരി 15 മുതൽ 18 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ, 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 സ്വർഗീയവിരുന്നൊരുക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു താങ്കളെ സ്വതന്ത്രനാക്കും. ഞാൻ നിന്റെ മാത്രമാണേ. രക്തം ചൊരിഞ്ഞെന്നെ സ്വന്തമാക്കിയോനെ, ഞാൻ നിന്റെ മാത്രം.